ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. നമുക്കിന്നൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറേ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് കേട്ടോ. എന്നെ ഇങ്ങനെ ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെ ചോദിക്കും, നിനക്ക് എവിടെ നിന്നായി സമയം വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി? നിനക്ക് കുഞ്ഞിനെ നോക്കാൻ സമയം കിട്ടുന്നുണ്ടോ? ഇതിനൊരു മാത്രം സമയം നിനക്കുണ്ടോ ഇത്രയും ചെയ്യാൻ വേണ്ടി എന്നൊക്കെ ചോദ്യങ്ങൾ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവൾക്ക് എപ്പോഴും ജലദോഷവും ഇങ്ങനെ വിട്ടുമാറാതെ ജലദോഷമൊക്കെ വന്നുകൊണ്ടിരിക്കുവേ. അപ്പോഴൊക്കെ എന്നോട് ഫസ്റ്റ് പറയുന്നത്, നിനക്ക് കുഞ്ഞിനെ നോക്കാൻ സമയമില്ലല്ലോ, എപ്പോഴും വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവല്ലേ, എപ്പോഴും യൂട്യൂബിൽ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയിലൊക്കെ നിന്നെ നിറഞ്ഞു കാണുന്നുണ്ട്, പിന്നെ എവിടെയാണ് നിനക്ക് സമയം കിട്ടുന്നത്? വീട്ടിൽ വെപ്പും കൂടിയൊക്കെ ഉണ്ടോ? ഇങ്ങനെയൊക്കെ കുറേ പേര് ചോദിക്കും കേട്ടോ. അതിനൊക്കെ ഉള്ള മറുപടിയാണ്. ഇതാണ് കറക്റ്റായിട്ട് എൻ്റെ ഒരു ദിവസം. അപ്പം രാവിലെ തന്നെ അവൾ എന്നിട്ട് രാവിലെ എന്തൊക്കെ പരിപാടി ഒപ്പിക്കാൻ നോക്കി നടക്കുമായിരുന്നു. രാവിലെ തന്നെ ഒരു ബോട്ടിൽ ഒലീവ് ഓയിൽ തട്ടി ബെഡിൽ ഒഴിച്ച് തറയിലൊക്കെ ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത ബോഡി ലോഷനും കൊണ്ട് പോയിട്ടുണ്ട്. ഇനി അതെവിടെ കൊണ്ട് തട്ടി ഒഴിക്കാനാണോ എന്തോ. ഇന്നലെ നമുക്കൊരു കല്യാണവും മരണവും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രത്യേകിച്ച് വീട്ടിലും ഒന്നും ചെയ്യാൻ പറ്റിയില്ല. കല്യാണത്തിന് പോയിട്ട് വന്നിട്ട് മുടി പോലും അഴിക്കാൻ എനിക്ക് വയ്യായിരുന്നു എനിക്ക്. അങ്ങനെ തന്നെ കയറി കിടന്നുറങ്ങി കേട്ടോ. അങ്ങനെ രാവിലെ എണീറ്റ് ആദ്യമേ മുടിയൊക്കെ ഒന്ന് ചീകി സെറ്റാക്കി വെച്ചു. കുഞ്ഞമ്പി പിന്നെ നിലത്ത് നിന്ന് അവൾക്ക് പിരിപിരിപ്പാ. എന്തേലും സാധനമൊക്കെ എല്ലാം എടുത്ത് നിരത്തണം. ഇത് ഇന്നലെ ഏട്ടൻ എന്തോ ടീഷർട്ട് തപ്പിപ്പോയതാണ്. ഏട്ടൻ്റെ കല്യാണത്തിൻ്റെ മുണ്ടും ഷർട്ടും ഒക്കെയാണ്. അത് അവൾ അവിടെ നിരത്തിയിടുന്നുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെച്ചു. ഹാളിലേക്ക് വന്നപ്പോഴാണ് ഫുള്ള് നിരന്ന് കിടക്കുക. പിന്നെ അലക്കാനൊക്കെ ഉള്ള തുണി എടുത്തു. ഇവിടെ നിലത്ത് നിർത്തി. ഇതാണ് കുഴപ്പം. ഇങ്ങനെ കരഞ്ഞിങ്ങനെ നിൽക്കും. കരച്ചിൽ കാണുമ്പോൾ നമുക്ക് എടുക്കാതിരിക്കാനും പറ്റത്തില്ല. എടുത്തു കഴിയുമ്പോഴും ഒരു കുഴപ്പമില്ല, കള്ളക്കരച്ചിലാണ് ഫുള്ള്. അങ്ങനെ നമ്മൾ അലക്കാനൊക്കെ ഉള്ള തുണിയൊക്കെ പെറുക്കിക്കൊണ്ട് വന്ന് വാഷിംഗ് മെഷീൻ ഇടാൻ പറ്റുന്ന തുണിയൊക്കെ വാഷിംഗ് മെഷീനിൽ ഇട്ടാണ് അലക്കുന്നത്. ബാക്കി മാറ്റി വെച്ച് ഇത് കല്ലേ അലക്കണം. ഇത് കഴിഞ്ഞ ദിവസം ഇവിടെ ഉത്സവമായിരുന്നു. അന്നേരം അവിടെ നിന്ന് വാങ്ങിച്ച കോഴി ഒരു ഡോറെ, അതിനെ ഇങ്ങനെ തട്ടിക്കളിച്ചുകൊണ്ടിരിക്കണം. പിന്നെ നേരെ പോയി പല്ല് തേച്ചു. ശരിക്കും ഇപ്പോൾ ഒരു അവൾ എന്നെ പല്ല് തേപ്പിക്കും, അവളെ ഞാൻ പല്ല് തേപ്പിക്കും. അങ്ങനെയാണ് ഇവിടെ നടക്കുന്നത്. അവൾക്ക് കറക്റ്റായിട്ട് എൻ്റെ ബ്രഷും അറിയാം കേട്ടോ. എവിടെയെങ്കിലും ബ്രഷ് ഇരിക്കുന്നത് കണ്ടാൽ അത് എടുത്തുകൊണ്ട് വരും. പല്ലിയേക്കാൾ ഒന്നും അവൾക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ആകെ 4 പല്ലേ ഉള്ളൂ. ഇനി നിറയെ പല്ല് വരുമ്പോഴായിരിക്കും മടി. അങ്ങനെ പല്ലൊക്കെ തേപ്പിച്ച് പിന്നെ അങ്ങ് പിരിപിരിപ്പാണ് കക്ഷിക്ക്. ഇപ്പോഴത്തെ ആ പ്രായത്തിൻ്റെ ആയിരിക്കും. അങ്ങനെ ബ്രഷൊക്കെ കറക്റ്റ് സ്ഥാനത്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അവൾക്ക് രാവിലെ അമൃതപ്പൊടിയുടെ കുറുക്കാണ് കൊടുക്കുന്നത്. ഇവൾ നേരത്തെ കഴിക്കത്തേ ഇല്ലായിരുന്നു. ഇത് ചെറിയൊരു മധുരം ഉള്ളതുകൊണ്ട് ഇപ്പം എന്തായാലും വലിയ കുഴപ്പമില്ല. എന്നാലും ഞാൻ എന്നും കൊടുക്കത്തില്ല. ഒരാഴ്ച ഒരു ദിവസമേ കൊടുക്കത്തുള്ളൂ. എന്നും കൊടുത്ത് ഇവൾ മടുത്ത് പിന്നെ കഴിച്ചില്ലെങ്കിലോ എന്നോർത്ത് ഞാൻ അങ്ങനെ കൊടുക്കത്തില്ല. ഇപ്പം ഈ കരയുന്നത് ആ കുറുക്ക് അവൾക്ക് ഇളക്കണം, അതിന് വേണ്ടിയാണ് കരയുന്നത്. അങ്ങനെ അവളുടെ കുറുക്ക് സെറ്റാക്കി വെച്ചിട്ട് ഞങ്ങൾക്ക് പുട്ടുണ്ടാക്കാൻ വേണ്ടി പുട്ടിന് മാവ് കുഴയ്ക്കും കേട്ടോ. ഈ ഗോതമ്പ് പൊടി അമൃതം പൊടിയൊക്കെ കുഴയ്ക്കുമ്പോൾ ഇങ്ങനെ കട്ടയ്ക്ക് വരും. അന്നേരം ഞാൻ മിക്സിയിൽ ജാറിൽ ചെറിയൊരു കറക്ക് കറക്കുമ്പോൾ അത് സെറ്റാവുമേ. ശരിക്കും ഈ ഗോതമ്പ് പൊടിയുടെ ഒക്കെ മാവ് നമ്മൾ തലേദിവസത്തെ ചോറ് വെള്ളത്തിലിട്ട് വെക്കത്തില്ലേ, ആ ഒരു പിടി ചോറ് വെള്ളത്തോടെ ഇട്ടൊന്ന് മിക്സ് ചെയ്ത് മിക്സിയുടെ ജാറിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കറക്റ്റ് നമുക്ക് ആ ഫൈനായിട്ട് കിട്ടും കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഞാൻ അല്ലാതെ കുഴച്ചത്. പിന്നെ അവളിങ്ങനെ നോക്കി നടന്നപ്പോൾ ബിസ്ക്കറ്റ് കിട്ടി കേട്ടോ. അവൾ ബിസ്ക്കറ്റ് കഴിക്കത്തില്ല, എനിക്ക് തന്നു. പിന്നെ അവൾക്ക് അതിൻ്റെ ഇടയ്ക്ക് കുറുക്ക് കൊടുക്കുന്നുണ്ട്. ഭയങ്കര പാടാണ് കഴിക്കാനൊക്കെ, നല്ല മടിയാണ്. പുട്ടുണ്ടാക്കുന്നു, കുറുക്ക് കൊടുക്കുന്നു, ഇത് തന്നെയാണ്. ഒരു മണിക്കൂറെങ്കിലും എടുക്കും കേട്ടോ അവൾക്ക് ഫുഡ് കൊടുക്കണമെങ്കിൽ. ഓരോ സ്ഥലം ഇങ്ങനെ മാറി ഇരിക്കണം അവൾക്ക്. നല്ല സ്വഭാവമാണ്. അവൾക്കൊരു ചെയറുണ്ട്, അവിടെ ഇരുന്ന് കഴിച്ചോളും. പിന്നെ കക്ഷി നേരെ പാത്രം കഴുകാൻ കയറിയിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് അവൾ കണ്ട് പഠിക്കും. എന്നിട്ട് അത് അതുപോലെ തന്നെ ഇമിറ്റേറ്റ് ചെയ്യും കേട്ടോ. ഇതിപ്പോൾ കണ്ടോ, കറക്റ്റ് ആ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഉരച്ച് കഴുകുന്നുണ്ട്. പിന്നെ ഞാൻ മീൻ കറി വയ്ക്കാനുള്ള മീൻ എടുത്ത് ഫ്രിഡ്ജിൽ നിന്ന് വെച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ വെള്ളം ഒഴിച്ചാണോ മീൻ ഇടുന്നത്? ഇങ്ങനെ വെള്ളം ഒഴിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറ്റേ ഐസ് മാറ്റി എടുക്കുകയാണെങ്കിൽ നല്ല മീൻ എപ്പോഴും ഫ്രഷ് ആയിട്ടിരിക്കും കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചോറ് വയ്ക്കാനുള്ള വെള്ളം തിളപ്പിക്കാൻ വെച്ചു. കുറുക്ക് കൊടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ കുടിച്ചു. എന്തായാലും അവൾ നിർത്തി. ആ ജാടം നോക്കിയോ, കുറുക്ക് കൊടുത്തതിൻ്റെയാണ്. മുഖത്ത് നിറയെ കുറുക്കാണ് കേട്ടോ. പിന്നെ കൊണ്ടുപോയി മേലൊക്കെ ഒന്ന് കഴിയിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിക്കൊണ്ട് വന്നു. പിന്നെ വെള്ളം കൊടുക്കും കേട്ടോ. ഭയങ്കര ചൂടാണ് ഇവിടെ. ചൂടും ഭയങ്കര കാറ്റ്. നമ്മുടെ ശരീരമൊക്കെ ഇങ്ങനെ വരണ്ടിരിക്കുക. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കൊടുക്കും. പിന്നെ അവളെ ഒന്ന് സൈഡാക്കിയിട്ട് ഞാൻ പുട്ട് കഴിക്കാൻ എടുത്തു കേട്ടോ. അവിടെ ഇരിപ്പുണ്ട്. എന്ത് പറ്റിയെന്ന് അറിയത്തില്ല. സാധാരണ ഞാൻ ഫുഡ് കഴിക്കാൻ എടുക്കുമ്പോൾ കറക്റ്റ് എൻ്റെ മടിയിൽ വന്നിരിക്കുന്നത്. ഇന്ന് വലിയ കുഴപ്പമില്ലാതെ അവിടെ ഇരുന്നേ. ഞാൻ ഒരു പുട്ടും കുറുക്കും മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ഈ പാത്രമൊക്കെ എവിടെ നിന്ന് വന്നോ എന്തോ. അത് കഴിഞ്ഞ് നേരെ നമ്മൾ
മീൻകറി വെക്കാനുള്ള ഉള്ളി പൊളിക്കാൻ വേണ്ടി വന്നേ. ഞാൻ നിന്ന് കഴിഞ്ഞ് ഇവളെ എനിക്ക് എടുക്കേണ്ടി വരും. എനിക്ക് എടുത്തോണ്ട് ഇത്ര ഉള്ളി പൊളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അവിടെ ഇരുന്നത്. സൈഡിൽ അവളും പൊളിച്ചു തരും. അന്നേരത്തേന് നമ്മുടെ അരിയൊക്കെ തെളിച്ചിട്ടുണ്ട്. റൈസ് കുക്കറിനകത്താണ് കേട്ടോ വെക്കുന്നത്. അവിടെ ഇരുന്നത് വെന്തോളും. പിന്നെ വന്ന് ഇരുന്ന് കഴിയുമ്പോൾ അവള് പൊളിക്കാൻ സമ്മതിച്ചില്ല. പിന്നെ അങ്ങ് സ്നേഹപ്രകടനമാണ്. ഞാൻ കെട്ടിപ്പിടുത്തതായി ഉമ്മ ഒക്കെ ഇതൊക്കെ വെറുതെ അച്ഛൻ എണ്ണീക്കുന്ന ആ സമയം വരെ ഉള്ളൂ. അത് കഴിഞ്ഞ പിന്നെ എന്നെ മൈൻഡ് പോലും ഇല്ല. തന്നെ ഉള്ളോണ്ട് പിന്നെ എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ്. ആദ്യമേ സ്നേഹം, പിന്നെ ആ സ്നേഹം ഉപദ്രവമായിട്ട് മാറും. മുഴയിലൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. പിന്നെ അവളെ ഒന്ന് നോക്കിയായിട്ട് ബാക്കിയും കൂടെ പൊളിക്കും. കുറച്ചേ ഉള്ളു പൊളിക്കാനൊക്കെ. പക്ഷെ ഇവളുടെ കൂടെ കളിയും ഇതൊക്കെ ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ 1.5 മണിക്കൂർ എടുക്കുന്നേ ഉള്ളൂ. ഇത് പൊളിച്ചു കഴിഞ്ഞപ്പോൾ ഇതാ കേട്ടോ അവസ്ഥ. എന്നും ഇതൊക്കെ തന്നെയാണ്. പിന്നെ അവളെ ഇച്ചിരി മണ്ടയിലിരുത്തി ഞാൻ അത് അരിയാന്ന് വെച്ചു. താഴെ ഇരുന്ന് അരിഞ്ഞാൽ ഇവൾ അരിയുന്ന കാണുമ്പോൾ ഇതെല്ലാം അവൾക്ക് നിരത്തി ഇടണം. അത് പിന്നെ എനിക്ക് ഇരട്ടി പണിയാകും. അതുകൊണ്ടൊക്കെ അരിഞ്ഞ് സെറ്റാക്കി. നമ്മുടെ മീനിൻ്റെ ഐസൊക്കെ പോയി. പിന്നെ ഒരു തണ്ണിമത്തൻ ഇരിപ്പുണ്ടായിരുന്നു. തണ്ണിമത്തൻ മുറിച്ച് അവൾക്ക് ഇങ്ങനെ കഴിക്കുന്ന സാധനത്തിൽ ഇട്ട് കൊടുത്തു കേട്ടോ. അത് കുറച്ച് നേരം കഴിച്ചോളും. ഭയങ്കര ഉമ്മ തരലൊക്കെയാണ്. വെറുതെയാ. നിങ്ങൾ വിശ്വസിക്കരുത്. അച്ഛൻ എഡിറ്റ് വന്നിട്ടുള്ള രംഗം ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്നെ മൈൻഡൊന്നുമില്ല. അങ്ങനെ നമ്മൾ മീൻകറി വെക്കാനുള്ള ചട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അന്നേരത്തേന് തുണിയൊക്കെ അലക്കി തുറന്ന് വെച്ചേക്കാം, ഇല്ലെങ്കിൽ ഈർപ്പടിക്കണ്ട. അതിൻ്റെ ഇടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കുറേ നേരം ഞാൻ സ്പീഡ് കൂട്ടി ഇടയ്ക്കിടത്തെ ഭാഗം എടുക്കുന്നതാണ് കേട്ടോ ഞാൻ വെള്ളം കുടിക്കുന്നത്. എനിക്ക് കറി വെക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ദാഹിക്കും. ചൂടടിക്കുന്നതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് എപ്പോഴും എൻ്റെ കൂടെ ഒരു കുപ്പി വെള്ളം കാണും. പിന്നെ മീൻകറി സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു തോരനും കൂടെ വെക്കാൻ വേണ്ടി ക്യാരറ്റ് എടുക്കാൻ വേണ്ടി ഫ്രിഡ്ജ് തുറന്നു. അപ്പോൾ അവൾ പയറ് കണ്ടു. അവൾ പയറ് എടുത്തുകൊണ്ട് പോയി. പിന്നെ അവൾ നിലത്ത് നിന്നില്ല കേട്ടോ. പിന്നെ അവളെയും കൊണ്ട് ഞാൻ ക്യാരറ്റ് അരിഞ്ഞ് ക്യാരറ്റിനുള്ളത് സബോളയൊക്കെ അരിയാം കേട്ടോ. ഭയങ്കര ടാസ്ക്കാണ് ഇവളെയും കൊണ്ട് ഇങ്ങനെ അരിയുന്നത്. കാരണം എനിക്ക് ഇവൾ കത്തിയെ കയറി പിടിക്കുമെന്ന് ഒരു വലിയൊരു ടെൻഷനുണ്ട്. ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിടിക്കത്തില്ല എന്നല്ല, എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് പേടിച്ചാണ് ഞാൻ അരിയുന്നത്. എപ്പോഴും അങ്ങനെ കേട്ടോ. ഇവൾ പക്ഷെ നിലത്ത് നിന്ന് ഇവൾ വാവിട്ട് ശ്വാസം പിടിച്ചിങ്ങനെ കരയും. അത് കാണുമ്പോൾ പിന്നെ എനിക്ക് സങ്കടം വരും. പിന്നെയൊക്കെ തേങ്ങയൊക്കെ ചിരണ്ടി ഇപ്പം ഞാൻ എക്സ്പേർട്ടായി കേട്ടോ. ഒരു കൈ കൊണ്ട്, ഒരു കയ്യിൽ ഇവൾ ഇരുന്ന് ഇപ്പുറത്തെ കൈ കൊണ്ട് എല്ലാം ചെയ്യാൻ ഞാൻ എക്സ്പേർട്ടായി. നേരത്തെ എനിക്ക് പറ്റത്തില്ലായിരുന്നു. പിന്നെ എൻ്റെ 2 ജീൻസ് കഴുകാനുണ്ടായിരുന്നേ. അത് ഞാൻ പോയി സോപ്പ് പൊടിക്കകത്ത് മുക്കി വെച്ചു. ഇതിൻ്റെ ഇടയ്ക്ക് ക്യാരറ്റ് തോരൻ വെച്ചു. നമ്മുടെ ചോറ് വെന്തായിരുന്നു, അത് ഊറ്റിയിട്ടു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് ഞാൻ എടുക്കണ്ട കേട്ടോ. ഈ പെരയ്ക്കകത്തോട്ട് കയറുമ്പോഴേ ഉള്ളൂ ഒക്കത്ത് കയറണമെന്ന്. വെളിയിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അവൾക്ക് അവളുടെ ലോകമാണ്. പോയി മണ്ണൊക്കെ വാരി ആ ഒരു സെറ്റപ്പിൽ അങ്ങ് നടത്തും. ഇനി കുളിക്കാൻ ഉള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അഴിച്ചു വിട്ടേക്കുന്നത്. ഇല്ലെങ്കിൽ ഞാൻ മണ്ണിൽ ഇറങ്ങാൻ സമ്മതിക്കത്തില്ല. പിന്നെ 2 ഡ്രസ്സും കൂടി ഉണ്ടായിരുന്നു. ഇന്നലെ കല്യാണത്തിന് പോയപ്പോൾ ഇട്ടത്. അത് വിലക്കിയിട്ടു. അന്നേരത്തെ ഏട്ടൻ എണ്ണീറ്റ് വന്നു കേട്ടോ. ഏട്ടൻ ശരിക്കും തലേദിവസം ഒന്നും ഉറങ്ങിയില്ലായിരുന്നു. രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒരു മരണം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഉറങ്ങാൻ പറ്റും. നൈറ്റ് ആയതുകൊണ്ട് 6 മണിക്ക് പോവും. രാവിലെയാണ് വരുന്നത്. പകൽ കിടന്നാൽ ഏട്ടൻ ഉറങ്ങുന്നത്. അത് ഉറങ്ങാൻ പറ്റിയില്ല. പിന്നെ എണ്ണീറ്റ് വന്നപ്പോൾ ഉച്ച സമയമായി. കണ്ടോ, അവളെ പിന്നെ ഞാൻ കുളിപ്പിച്ച് റെഡിയാക്കി വന്നു. അച്ഛനെ കാണുമ്പോൾ പിന്നെ എന്നെ വേണ്ട, ഫുൾ അച്ഛനും മോളും കൂടിയാണ്. ഞാൻ എന്തിനാണോ അവളെ എത്രയും നന്നായിട്ട് നോക്കുന്നത്. അങ്ങനെ ഞങ്ങൾ തൈര് വാങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഏട്ടൻ പിന്നെ എവിടെ ഇറങ്ങിയാലും ഞാനും അവളും കൂടി ഉണ്ട്. പോകുന്ന പോക്കി 2 മുട്ടായും കൂടെ വാങ്ങിച്ച കടയിലെ മാമൻ ആ ഭരണിയും കൂടെ തന്നു. ഇവളെയും കൊണ്ട് പോയി ഇങ്ങനെ ഒരു കൂടെ കൊണ്ട് കേട്ടോ. കൈ കണ്ടോ മഞ്ചിരിക്കുന്നത്. എവിടെ പോയാലും എന്തെങ്കിലും കൊണ്ടേ തിരിച്ചു വരത്തുള്ളൂ. പിന്നെ അവൾക്ക് ചോറ് കൊടുക്കാൻ വേണ്ടി എടുത്തു. ചോറും തൈരും ക്യാരറ്റ് തോരനും മീനിൻ്റെ ഒരു ചെറിയ കഷ്ണവുമാണ് എടുത്തത്. ചോറ് കൊടുക്കുന്നേ ഒരു ടാസ്ക്കാണ്. ഓടടാ ഓട്ടവാ. ഇങ്ങനെ പുറകെ ഓടി വേണം കൊടുക്കാൻ. ഫുള്ളൊന്നും കഴിക്കത്തില്ല, ഇച്ചിരിയൊക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ ഫുൾ അവൾക്ക് എന്നെ അച്ഛനെ കണ്ട ഒരിതാകട്ടോ. ഇങ്ങനെ ഓടി നടക്കുന്നില്ലെങ്കിൽ എൻ്റെ ഒക്കത്തേ ഇരിക്കത്തുള്ളൂ. ഞാൻ തന്നെ ഉള്ളതുകൊണ്ടായിരിക്കും. കുറച്ചൊക്കെ അവൾ കഴിച്ചുള്ളൂ. കുഞ്ഞുങ്ങളുടെ ബാക്കി ഭക്ഷണം അമ്മ കഴിക്കണമെന്നാണല്ലോ. അതുകൊണ്ട് ബാക്കി ഞാൻ കഴിച്ചു. പിന്നെ ഏട്ടൻ അവിടെ തണ്ണിമത്തൻ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാര്യം ഞാൻ മറന്നുപോയായിരുന്നു. പെട്ടെന്ന് കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. ഞാൻ കഴിച്ചില്ലെങ്കിൽ ഇനി അതിനും കൂടെ കിട്ടും. പിന്നെ തണ്ണിമത്തനും കഴിച്ച് മീൻ വറക്കാനുള്ള മീനും പുരട്ടി വെച്ചു കേട്ടോ. അന്നേരമാണ് ആ മുട്ടായി അവിടെ ഇരിക്കുന്നുണ്ട്. അത് കണ്ടോ, ഒരു വിരലിൻ്റെ പാടാ കേട്ടോ. ആ ഒരു മറ്റേ മുന്തിരി കുത്തി ഇറക്കിയതാന്ന് തോന്നുന്നു. അങ്ങനെ ആ മുട്ടായും കഴിച്ച് അന്നേരത്തേന് ചെന്നപ്പോൾ പാട്ടെങ്ങാണ്ട് കേട്ടെന്ന് തോന്നുന്നു. ഡാൻസ് കളി. പാട്ട് കേട്ടാൽ പിന്നെ ഞങ്ങൾക്ക് സ്വന്തം സ്റ്റെപ്പൊക്കെ ഉണ്ട്. ഞങ്ങൾ ഫുൾ ഡാൻസ് കളിയാണ്. പിന്നെ അവളെ ഉറക്കാൻ എടുത്തോണ്ട് വന്നു. ആ ഉറക്കാൻ എടുത്തോണ്ട് വരുമ്പോഴൊരു ഒരു 10-15 മിനിറ്റ് പിന്നെ അതുവഴി നടന്ന് കഥയൊക്കെ പറഞ്ഞു. സ്വിച്ചൊക്കെ ഉണ്ട്, ഫാനിട്ടും ലൈറ്റൊക്കെ ഇട്ട് കളിക്കണം, എന്നാലൊക്കെ ഉറങ്ങത്തുള്ളൂ. പിന്നെ പിടിച്ച് വെച്ച് ഒരു കരച്ചിലുണ്ട് ഈ ഉറങ്ങുന്നതിൻ്റെ തൊട്ട് മുന്നേ. പിടിച്ച് വെക്കുന്നതിൻ്റെ കരച്ചിലൊക്കെ കഴിഞ്ഞിട്ട് കശി എന്തായാലും
ഒരു 2:15 2:30 ആയി കേട്ടോ ഉറങ്ങിയിപ്പം. ഉറങ്ങി ഞാൻ പൊട്ടൊക്കെ കൊടുത്ത് കണ്ണൊക്കെ എഴുതി സുന്ദരിയാക്കിയിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിലോട്ട് ചെന്നപ്പോൾ ഏട്ടൻ ദേ മീൻ വറക്കുന്നുണ്ട് കേട്ടോ. ഏട്ടന് ശരിക്കും ഓട്ടോ ഇല്ലാതിരിക്കുവാണെങ്കിൽ ഏട്ടൻ എല്ലാം ചെയ്തോളും. ഒന്നുകിൽ കുഞ്ഞിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കും, ഇല്ലെങ്കിൽ എന്തെങ്കിലും കഞ്ഞിയും കറിയൊക്കെ വെച്ച്, കഞ്ഞി വെക്കത്തില്ല കറിയൊക്കെ വെക്കും. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി എടുത്തു. ഏട്ടനപ്പം പഴങ്കഞ്ഞി പോലെ ഇങ്ങനെ കലക്കി കുടിക്കാനാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്കങ്ങനെ കഴിക്കുന്ന ഇഷ്ടമില്ല കേട്ടോ. അപ്പം ഞാൻ ചോറാക്കി കഴിച്ചു. എന്തൊരാശ്വാസം എൻ്റെ പൊന്നേ. പക്ഷേ ഈ കഴിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ബാക്കി പണിയുണ്ടല്ലോ എന്നാണ്. പിന്നെ തുണി അലക്കിയതൊക്കെ എടുത്ത് ബക്കറ്റിലാക്കി കൊടുത്ത് ഏട്ടൻ കൊണ്ട് വിരിച്ചിട്ടോളും. പിന്നെ ഞാൻ പാത്രം കഴുകാൻ വേണ്ടി കയറി. ഇതാ വീടിൻ്റെ അവസ്ഥ. അവൾ ഉറങ്ങിക്കഴിയുമ്പം ഇതാ കേട്ടോ വീടിൻ്റെ അവസ്ഥ. എല്ലാം നിരത്തി വാരി ഇങ്ങനെ ഇട്ടേക്കുമായിരുന്നു. പിന്നെ ഞാൻ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകി വെച്ച് വേസ്റ്റ് കളയാൻ പോവാണ് കേട്ടോ. നമ്മൾ നേരത്തെ ആണെങ്കിൽ നമ്മൾ തൊട്ട് താഴെ പറമ്പിലാണ് കൊണ്ടിടുന്നത്, വലിച്ചു വാരി ഇടുമായിരുന്നു. വേസ്റ്റ് കളയാൻ വേറെ മാർഗ്ഗമൊന്നും ഇല്ലായിരുന്നു. അപ്പോഴാണ് ഏട്ടൻ ഇങ്ങനത്തെ ഒരു സംഭവം സെറ്റാക്കി തന്നു കേട്ടോ. ഇതിനകത്തോട്ട് അങ്ങ് ഇട്ടാൽ മതി. ഇതിനകത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി കുറേ പുഴു ഉണ്ടായിട്ടുണ്ട്. ആ പുഴു ഈ വേസ്റ്റ് കഴിച്ചോളും കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല, ഇത് നിറയത്തുമില്ല. ഇതിങ്ങനെ നമ്മൾ ഇടുന്നതനുസരിച്ച് പുഴു പെരുകി പെരുകി ഇത് കഴിച്ചോളും. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ ഒരു പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പ് തുറന്ന് കഴിയുമ്പോഴത്തേന് ഇതിന് ഒരു വെള്ളം പോലെ വരും. ഇത് നമുക്ക് ചെടിക്കൊക്കെ ഒഴിക്കാം കേട്ടോ. നല്ല വളമാണ്, നമ്മൾ ഫുഡ് വേസ്റ്റ് അല്ലേ, അപ്പം നല്ല വളമാണ്. ഇതെനിക്ക് ഭയങ്കര ഉപകാരമായിരുന്നു കേട്ടോ. എല്ലാ സാധനവും ഇതിനകത്ത് കൊണ്ടിട്ടാൽ മതി. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങാൻ ചോദിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു 3500 4000 രൂപ എങ്ങാണ്ടായി കേട്ടോ. ഇത് വീട്ടിലുണ്ടാക്കിയപ്പോൾ അത്രയും ചിലവൊന്നും ഇല്ലായിരുന്നു. പിന്നെ കയറി വന്നത് വർക്ക് ഏരിയയൊക്കെ തൂത്ത്, ഭയങ്കര കാറ്റായതുകൊണ്ട് നമ്മൾ തൂത്ത് വരുമ്പോഴത്തേനും അത് പറന്നും പോകും. വർക്ക് ഏരിയ എന്തായാലും സെറ്റായി. ഇതാട്ടോ ഞങ്ങളുടെ ലോകം. ആരെങ്കിലും വന്നാലും ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത്. ഫുള്ള് നമ്മുടെ സെറ്റ് ലൈഫ് അവിടെയാണ്. ഇത് നമ്മുടെ അടുക്കളയിലോട്ട് ഞങ്ങൾ അങ്ങനെ കയറാറേ ഇല്ല. ഫുള്ള് വർക്ക് ഏരിയയിലാണ് പരിപാടി. പിന്നെ എല്ലാം പോയി പെറുക്കുവായി. ഇനി അവൾ നിരത്തിയിട്ടതെല്ലാം നമുക്ക് ചെറിയൊരു തേയിലയുടെ ചെറിയൊരു ബിസിനസ് ഉണ്ട് കേട്ടോ. അതിനകത്തെല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതൊക്കെ ഒട്ടിക്കണം. ഈ സാധനം എല്ലാം ഇവിടെ ഇരിക്കുന്നതാണ്. ഇതിവിടെ ഇരിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് തെറ്റി നിലത്തിടണം. അത് അവളുടെ ഒരു വിനോദം. അങ്ങനെ അതൊക്കെ പെറുക്കി വെച്ച് ഏട്ടൻ അവിടെ അക്യൂറിയം എന്തോ വൃത്തിയാക്കുന്നുണ്ട്. പിന്നെ ഞാൻ പെരക്കായൊക്കെ പെട്ടെന്ന് തൂത്ത് വൃത്തിയാക്കി. ഇവളെപ്പോഴും ഈ തറയിൽ കിടക്കുന്ന സാധനമൊക്കെ എടുത്ത് തിന്നും. അപ്പം എത്ര തൂത്താലും കാറ്റായതുകൊണ്ടോന്നു ഫുള്ള് പൊടിയാണ്. പിന്നെ റൂമിൽ കയറി റൂമിൽ ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് ഞാൻ പെട്ടെന്ന് തുടച്ചിട്ടു കേട്ടോ. ഇവൾക്ക് ഫുഡ് കൊടുത്താൽ ഇവൾ ചിലപ്പോൾ അത് തറയിലിട്ടിട്ടായിരിക്കും എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ മിക്ക തുടയ്ക്കാൻ പറ്റുന്ന ദിവസമൊക്കെ ഞാൻ തുടച്ചു വിടുന്നു. എന്നൊന്നും പറ്റിയില്ലെങ്കിലും 1-2 ഇടവിട്ട് എന്തായാലും തുടയ്ക്കും കേട്ടോ. അങ്ങനെ പെട്ടെന്ന് വീടൊക്കെ തുടച്ച്, പിന്നെ അവളുടെ പാമ്പർ, ഇതാണ് എൻ്റെ ഏറ്റവും വലിയ ടാസ്ക്, ഈ പാമ്പർ പൊട്ടിക്കുന്നത്. നേരത്തെ എങ്ങനെയാണെന്നറിയാമോ, എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അപ്പോൾ ഞാൻ കൂട്ടി വെക്കും. എന്നിട്ട് ഒരാഴ്ചത്തെ കൂടുമ്പോഴായിരിക്കും പൊട്ടിക്കുന്നത്. അപ്പോൾ ഒരുപാടുണ്ട്. ഇപ്പം ഞാൻ അന്നങ്ങ് പൊട്ടിച്ചിടും. ബാക്കി ഞാൻ കത്തിച്ചും വെച്ചു. നനവുള്ളത് ഞാൻ ഉണക്കാനും വെച്ചു. എന്നിട്ട് പെട്ടെന്ന് തൂക്കാമെന്ന് വിചാരിച്ചേ. നമ്മുടെ പുറകുവശത്തായി മാവൊക്കെ ഉള്ളത്, അതുകൊണ്ട് എപ്പോഴും അവിടെ കരിയിലൊക്കെ കിടക്കും. അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞമ്പി ഒന്ന് എണ്ണീറ്റായിരുന്നു. പിന്നെ പാല് കൊടുത്ത് അവളെ ഉറക്കി. പിന്നെ തിരിച്ച് കയറി വന്നപ്പോൾ ഒരാൾ അക്യൂറത്തിൻ്റെ ഫിൽറ്റർ വൃത്തിയാക്കി അവിടെ മൊത്തം നിരത്തിയിട്ടിട്ടുണ്ട്. പിന്നെ ഏട്ടൻ തന്നെ അത് വൃത്തിയാക്കിക്കോളും. 4:30 ആയിരുന്നു. അന്നേരത്തേന് ഞാൻ പോയി കുളിച്ച് പുറത്തോട്ടൊന്ന് ഇറങ്ങണമായിരുന്നു. അങ്ങനെ റെഡിയായി. കറക്റ്റ് 2 റീൽ എടുത്തപ്പോൾ ഇവൾ ഉറങ്ങുന്ന സമയത്താണ് ഞാൻ റീൽ എടുക്കുന്നത്. എന്നിട്ട് രാത്രി ഇവൾ ഉറങ്ങി കഴിയുമ്പോഴേ എഡിറ്റ് ചെയ്യുന്നത്. ഇന്ന് കറക്റ്റ് 2 എണ്ണം എടുത്തപ്പോഴേ അവൾ എണ്ണീറ്റ് കേട്ടോ. പിന്നെ ആ കറക്റ്റ് ജനലിൻ്റെ മണ്ടയിൽ കയറി മൂത്രം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അച്ഛനെ കണ്ട സന്തോഷമാണ് ഈ ഓട്ടം. എൻ്റെ പൊന്നെ, അവൾക്ക് സ്വർഗം കിട്ടുന്ന പോലെ ഏട്ടനെ കാണുന്നത്. ഏട്ടൻ അങ്ങനെ വീട്ടിൽ നിൽക്കാറില്ലല്ലോ. പിന്നെ അവളെയും പെട്ടെന്ന് റെഡിയാക്കി ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി കേട്ടോ. പോകുന്ന വഴിക്ക് എൻ്റെ കൂടെ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ്റെ വീട്ടിലോട്ടും കൂടെ കയറണം. അങ്ങനെ ഞങ്ങൾ നേരെ അങ്ങോട്ട് പോയി. നമ്മൾ പുറത്തോട്ട് ഇറങ്ങുന്നത് എന്തിനാ, കഴിഞ്ഞ ദിവസം എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഏട്ടൻ 2 ഡ്രസ്സ് എടുത്തു. ഒരെണ്ണം വലിയ കുഴപ്പമില്ലായിരുന്നു, ഒരെണ്ണം വീട്ടിലെത്തി ഇപ്പോഴത്തേന് ഇച്ചിരി വലുതായിപ്പോയി. അത് മാറാൻ വേണ്ടി ഇറങ്ങിയത്. ആ വഴിക്കായിരുന്നു കേട്ടോ ഈ കൂടെ ജോലി ചെയ്യുന്ന ചേട്ടൻ്റെ വീടും. അവിടെ പോയിട്ട് ഇവനുമായിട്ട് ഭയങ്കര കളിയാണ്. ഫോട്ടോ എടുപ്പ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. നമ്മളിവിടെ ഇപ്പം ഉത്സവത്തിൻ്റെ സീസണാണ് കേട്ടോ. അപ്പോൾ എവിടെ ഇറങ്ങിയാലും ഏതെങ്കിലുമൊക്കെ അമ്പലത്തിൻ്റെ ഉത്സവമായിരിക്കും. ഫുൾ ലൈറ്റാണ്. നമ്മളിവിടെ താമസിക്കുന്ന സ്ഥലവും ഒരു അമ്പലമാണ് ഫുള്ള്. പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് അവിടെ ചെന്നപ്പോൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഏട്ടൻ പറഞ്ഞു ഇന്ന് നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ഷവായ വാങ്ങിച്ച് അതൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വന്ന് കഴിച്ചു. അന്നേരത്തേന് വീട്ടിൽ നിന്ന് വിളിക്കുന്ന വീഡിയോ കോളിൻ്റെ ടൈമാണ് കേട്ടോ. അമ്മേനെയൊക്കെ വിളിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ചേച്ചി വിളിച്ചു. ആരെയൊക്കെ വിളിച്ച് കഴിയുമ്പോൾ പിന്നെ പുള്ളിക്കാരിക്ക് ഭയങ്കര ചാടയാണ്. പിന്നെ ഓരോന്നിങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ഇപ്പോൾ വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ടാണ് ഇതൊക്കെ കാണിക്കുന്നത്. എന്താ പൊന്നെ, എന്തൊക്കെ കലാപരിപാടിയാണ് അതറിയാം. ഫുള്ള് തലയും കുത്തി നിന്ന് അവിടെ മൊത്തം നിരന്ന് വാരി ഫുൾ അലമ്പായിരുന്നു കക്ഷി.
ഇനി രസമാണ് ഇതൊക്കെ കാണാനും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് തുണിയൊക്കെ മടക്കാനുണ്ടായിരുന്നു. തുണി കണ്ടാൽ പിന്നെ അവൾക്ക് എല്ലാം നിരത്തി എല്ലാ സാധനവും അതെ ഇങ്ങനെ നിരന്നിങ്ങനെ കിടക്കണം. ഇത് ഞങ്ങളുടെ തുണിയായിരുന്നു, പിന്നെ അവളുടെയും തുണി ഉണ്ടായിരുന്നു. അതൊക്കെ മടക്കി വെച്ച് ബോളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. 10 മണി എങ്ങാണ്ടായി. ഇപ്പോൾ ഉറക്കമൊന്നും ഇല്ലെന്ന് തോന്നി പെണ്ണിന്. അങ്ങനെ ബോളും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്. അച്ഛൻ്റെ വാലേ ഇങ്ങനെ നടക്കുന്നു. ഏട്ടന് ഓട്ടം ഇല്ലായിരുന്നു കേട്ടോ. ഓട്ടം ഉണ്ടെന്ന് ഓർത്തിരുന്നതാ. വൈകുന്നേരം അറിയുന്ന പാസില്ലെന്ന്, അതുകൊണ്ട് ഏട്ടൻ പോവാഞ്ഞ. അല്ലെങ്കിൽ ഈ സമയത്തൊന്നും ഏട്ടൻ കാണത്തില്ല. ഞാനും ഇവളും കൂടിയായിരുന്നു യുദ്ധം മൊത്തം. അങ്ങനെ കണ്ട ഇലയൊക്കെ പറിച്ച് അവിടെ ഇരുന്നുണ്ട്. ഞാൻ ഓരോന്ന് വൃത്തിയാക്കും, അവൾ നിരത്തിയിടും. ഇതാണ് ഇവിടുത്തെ പരിപാടി. പിന്നെ മുട്ടുമുട്ട് കളിക്കുന്ന കേട്ടോ. ഇങ്ങനെ തല പിടിച്ച് വലിച്ച് വെച്ചിട്ടാണ് മുട്ടുമുട്ട് കളിക്കുന്നത്. പിന്നെ അവളെ കൊണ്ടുവന്ന് ദേഹമൊക്കെ ഒന്ന് കഴിയിപ്പിച്ച്, ഭയങ്കര ചൂടായതുകൊണ്ട് ദേഹം കഴിപ്പിച്ചിട്ടേ കിടത്തത്തുള്ളൂ. ഭയങ്കര അല്ലെങ്കിൽ പാടാ ഉറങ്ങാൻ. അങ്ങനെ ദേഹമൊക്കെ കഴിയിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറി ഉറങ്ങാനുള്ള പരിപാടിയായിരുന്നു ഞാൻ നോക്കിയത്. പക്ഷെ അവൾക്ക് എണ്ണീറ്റ് പോകണം. കാരണം എന്താ, അവളുടെ അച്ഛൻ വീട്ടിലുണ്ട്. അച്ഛൻ്റെ വാല ഇങ്ങനെ നടക്കണം. അങ്ങനെ വഴക്കുണ്ടാക്കി ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് അച്ഛനെ കണ്ടില്ല. അച്ഛൻ്റെ പരിധി നോക്കുവാണ്. ഏട്ടൻ പുറകെ ഒന്ന് നിപ്പുണ്ടായിരുന്നു. ഇനി ഇങ്ങനെ വാലേ നടക്കണം. അവൾ പേടിനില്ലായിരുന്നെങ്കിൽ ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും അവൾ ഉറങ്ങിയേനെ. പേടിനെ കണ്ടോണ്ട് ഇങ്ങനെ വാലേ നടക്കുന്നത്. ഇനി ഉറങ്ങുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ നേരെ അടുക്കളയിലോട്ട് പോയി നേരത്തെ കഴുകി വെച്ച പാത്രം ഇത് പെറുക്കി വെക്കണം. എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം ഈ പാത്രം കഴുകാൻ. പക്ഷേ പെറുക്കി വെക്കുന്നത് ഇവിടെ അച്ഛൻ്റെ വക ഒരു സൈഡിൽ എന്തൊക്കെയോ ഞുള്ളിപ്പറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പറേ മോള് പോയി പൊക്കുന്നുണ്ട് ഇനി എന്തൊക്കെ നിരത്തി ഇടാമെന്ന്. ഞാൻ തൂക്കുന്നു കണ്ടിട്ട് എൻ്റെ ഇത് ചൂല് വാങ്ങിച്ചിട്ട് തൂത്ത് തരുക കേട്ടോ. കുഞ്ഞിലെ പ്രായത്തിൽ എൻ്റെ അമ്മയും പറയും, ഇവൻ കുഞ്ഞിലൊക്കെ ഭയങ്കര സഹായമായിരുന്നു, വലുതായി കഴിയുമ്പോൾ ഒന്നും ചെയ്യത്തില്ല. ഇവള് അത് തന്നെയാന്നു. ഞാൻ പിന്നെ പുറത്തോട്ടൊരു തട്ടും മുട്ടുമൊക്കെ കേട്ട് പുറത്തോട്ട് ഇറങ്ങിയതാ. ഏട്ടൻ എന്തോ പരിപാടിയാണ്. 11 മണി എങ്ങാണ്ട് കഴിഞ്ഞിട്ടോ, സമയം ഞാൻ ഓർക്കുന്നില്ല. ചെടിച്ചട്ടി ഉണ്ടാക്കുന്നു പാതിരാത്രിക്ക്. അത് കഴിഞ്ഞ് പിന്നെ അവളെ വിളിച്ച് വരുത്തിക്കൊണ്ട് പോയി വഴക്കുണ്ടാക്കി കിടത്തി ഉറക്കി. 11:45 ആയപ്പോൾ തന്നെ കക്ഷി ഉറങ്ങി. കണ്ടോ, ഈ സാധനം പിന്നെ അവൾ നിരത്തിയിട്ടായിരുന്നു. അത് പെറുക്കി വെച്ചു. നമുക്ക് ചെടിച്ചട്ടി എന്തുവായെന്ന് പോയി നോക്കാം. ചെടിച്ചട്ടിയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 ദിവസം കഴിയുമ്പോൾ നോക്കാം ഇത് ഇളകി വരുമോ ഇല്ലയോ എന്ന്. രാത്രി എനിക്ക് ഭയങ്കര വിശപ്പാണ്. അങ്ങനെ ഇരുന്നപ്പോഴാണ് ബിസ്ക്കറ്റ് കണ്ടത്. ഞാൻ ബിസ്ക്കറ്റ് കഴിക്കുന്നത് കണ്ടപ്പോൾ ഏട്ടൻ അന്നേരം കട്ടൻ ചായ വേണം. പിന്നെ കട്ടൻ ചായയൊക്കെ ഇട്ട് അവൾക്ക് പിറ്റേ ദിവസം ഞാൻ റാഗി കുറുക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് റാഗിയൊക്കെ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ച് ഞങ്ങൾ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഏട്ടൻ ആധികാരികമായിട്ട് എന്തോ ഫോണിൽ നോക്കുവാണ്. അങ്ങനെ കട്ടൻ ചായയൊക്കെ കുടിച്ച് ഒന്ന് മുഖമൊക്കെ കഴുകി വെള്ളമൊക്കെ എടുത്ത് നേരെ റൂമിലോട്ട് കയറി. ഇപ്പോൾ സമയം 12:30 കേട്ടോ. ഈ 12:30ക്ക് ഞാൻ എഡിറ്റ് ചെയ്യാനിരുന്ന ഈ എടുത്ത ഡേ ഇൻ മൈ ലൈഫാണ് എഡിറ്റ് ചെയ്യുന്നത്. ഇത് 1 മണിക്കൂറും 20 മിനിറ്റുള്ള ഡേ ഇൻ മൈ ലൈഫായത്. ഇതിനി ചുരുക്കി ഒരു 15-20 മിനിറ്റ് ആക്കണം. ഇത് കറക്റ്റ് ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നു കഴിഞ്ഞപ്പം 12:30ക്ക് ഇരുന്ന് ഞാൻ എഡിറ്റ് ചെയ്ത് തീർന്നപ്പോൾ 2:30. അത് വോയിസ് ഓവർ കൊടുത്തിട്ടില്ല. ജസ്റ്റ് ഒന്ന് അത്യാവശ്യം വേണ്ട സാധനങ്ങൾ മാത്രം ഇട്ടിട്ട് ബാക്കിയെല്ലാം ഡിലീറ്റ് ചെയ്ത് അങ്ങനെ സെറ്റാക്കി വെച്ചിട്ടേ ഉള്ളൂ. ഇത് ഞാൻ പിറ്റേ ദിവസമാണ് എന്നിട്ട് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം 12:30ക്ക് എഡിറ്റ് ചെയ്യാൻ ഇരുന്നിട്ട് 2:30 ആയപ്പോഴാണ് തീർന്നത്. എന്നും 2:30 ചില ദിവസം എന്തെങ്കിലുമൊക്കെ വീഡിയോ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ ഇരിക്കുന്ന ഡ്യൂറേഷൻ ഇരിക്കുന്നത്. അപ്പം ഞാൻ കിടക്കാൻ തുടങ്ങുമ്പോഴത്തേനും അവൾ എണീക്കും, പിന്നെ ഫീഡ് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അപ്പം ഏറെക്കുറെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ എൻ്റെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. അത്രയൊക്കെ ഉള്ളൂ. ബൈ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ.